തലസ്ഥാനത്തിൻ്റെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും കാരണം ജോലി നഷ്ടപ്പെട്ട ഒരു പാവം യുവാവിനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. യദു എന്നാണ് പേര്. 2024 ഏപ്രിൽ 27-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. KSRTC ബസ് തടഞ്ഞു നിർത്തി ഈ ആര്യ എന്ന് പറയുന്ന മുൻ മേയറായിട്ടുള്ള ഈ അഹങ്കാരിയും അതുപോലെ ഈ അഹങ്കാരിയുടെ ഹസ്ബൻഡായിട്ടുള്ള MLA സച്ചിൻ ദേവും ഈ ആര്യയുടെ അനിയനും കൂടെ ചേർന്നിട്ട് KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ അസഭ്യം പറയുകയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, ആ ബസ്സിലുണ്ടായിരുന്ന ജനങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയും ആ ബസ്സിനകത്ത് കയറി ഈ സച്ചിൻ എന്ന് പറയുന്ന ഇയാൾ ബസ്സിനകത്ത് കയറി ഡ്രൈവറെ ചീത്ത വിളിക്കുകയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ ആ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ CCTV ദൃശ്യം ഉൾപ്പെടെ ബസ്സിനകത്തുണ്ടായിരുന്നു. അതുമാത്രമല്ല ആ ബസ് തടഞ്ഞു നിർത്തി ഇവർ അസഭ്യം പറയുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ആ സമയത്ത് വാർത്തകളിലെല്ലാം കണ്ടതാണ് അല്ലേ. ഇത്രയും നാളായിട്ട് പോലും ഈ ഒരു യുവാവിന്, ഈ ഒരു ചെറുപ്പക്കാരന് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നീതി ലഭിക്കുകയോ അയാളെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. നാളെ നമുക്കും ഇതുപോലൊരു അവസ്ഥ നമ്മൾ നേരിടും. ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട്, ഇത്രയും വർഷമായിട്ട് ആരെങ്കിലും ഒരാൾ ഈ യദുവിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ, പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഈ യദു എന്ന് പറയുന്ന ഈ യുവാവിന് ഇത്രയും നാളായിട്ട് നീതി ലഭിക്കാതിരിക്കുന്നത് അല്ലേ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കണം അല്ലേ. നമ്മൾ ആ വിഷ്വലെല്ലാം നമ്മൾ കണ്ടതാണ്. വണ്ടി കൊണ്ട് ക്രോസ് ചെയ്യുന്നതും കുറുകെ ഇട്ട് തെറി വിളിക്കുന്നതും അസഭ്യം പറയുന്നതും ആ ഒരു പദവിയുടെ അഹങ്കാരം ദുരുപയോഗം ചെയ്യുന്നതെല്ലാം നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് അല്ലേ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തി ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ കള്ളങ്ങളാണ് ഈ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ കെട്ടിയവൻ സച്ചിനും കൂടെ പറഞ്ഞു പിടിപ്പിച്ചത്, ജനങ്ങളെ പൊട്ടനാക്കാൻ നോക്കിയത്. എന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന തെളിവ് ഉൾപ്പെടെയാണ് ഇവർ നശിപ്പിച്ചത് അല്ലേ. ബസ്സിനകത്തുണ്ടായിരുന്ന CCTV ദൃശ്യത്തിൻ്റെ മെമ്മറി കാർഡ് വരെ ഊരി ഇവർ തെളിവ് നശിപ്പിച്ചു അല്ലേ. ആ തെളിവ് നശിപ്പിക്കാനായിട്ട് ആ ബസ്സിലെ കണ്ടക്ടർ വരെ ഇവർക്ക് സൈഡിൽ നിന്ന് ആ മെമ്മറി കാർഡ് ആ കണ്ടക്ടറാണ് ഊരി തെളിവ് നശിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ഇത്രയും നാളായിട്ട് ഈ ഒരു ചെറുപ്പക്കാരന് നീതി ലഭിച്ചിട്ടില്ല. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ ശബ്ദമുയർത്തി പ്രതികരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇതേ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും വരും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് ഈ കേസ് അന്വേഷിച്ച കൺട്രോൾമെൻറ്റ് പോലീസ് എന്താണ് ചെയ്തത്? ഈ കേസിലെ മുഖ്യ പ്രതികളായിട്ടുള്ള ഈ രണ്ടുപേരെയും, ആര്യ രാജേന്ദ്രൻ്റെ ഹസ്ബൻഡ് സച്ചിൻ ദേവ് MLA-യും ഈ കേസിൽ നിന്ന് തന്ത്രപൂർവ്വം മാറ്റി. എന്നിട്ട് ഈ ആര്യ രാജേന്ദ്രൻ്റെ അനിയനെ മാത്രം പ്രതിയാക്കിയതെല്ലാം നമ്മൾ കണ്ടയാണ് അല്ലേ. എന്താ അല്ലേ, ജനങ്ങളെ വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളെ പുറമേ നടന്ന് കാല് പിടിച്ചിട്ട് അവസാനം ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങളോട് തന്നെ ഈ ഒരു അഹങ്കാരവും ഈ ഒരു പവറും ഈ ഒരു അധികാരത്തിൻ്റെ ഈ ഒരു ധാർഷ്ട്യവും കാണിക്കുമ്പോഴുണ്ടല്ലോ, ഇനി അതാണിപ്പം ഇവർ പഠിച്ചത്. അത് തിരുവനന്തപുരത്തുകാർ, തലസ്ഥാനത്തിൻ്റെ ജനങ്ങൾ അത് തിരിച്ച് കാണിച്ചു കൊടുത്ത് ഇവരെ അഹങ്കാരം തീർത്തു കൊടുത്ത് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നാണം കെടുത്തിയ ഇതുപോലൊരു മേയർ ഇന്ന് വരെ നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയെങ്കിലും പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറയാൻ പോലും നാണക്കേട് ആവുന്നൊരവസ്ഥയിലേക്ക് തന്നെ ഈ ഒരു മേയർ കാരണം ഈ ഒരു പ്രശ്നം പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അത്രയ്ക്കും നാണം കെട്ട ഒരു ഏർപ്പാടായി പോയെന്ന് വേണമെങ്കിൽ പറയാം, ഒരു മേയറുടെ കയ്യിൽ നിന്ന് സംഭവിച്ചത്. എന്നിട്ട് ഈ ഒരു വിഷയത്തിന് ശേഷം നമ്മൾ കണ്ടതാണ് ഭീഷണിയുടെ സ്വരത്തിൽ പല ഇൻ്റർവ്യൂസിലും പല ചാനലുകളിലും ഈ യദുവിനെ വിളിച്ചു പോലും ഇവർ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തിനു പറയാം, ഈ സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, വായെടുത്തു കഴിഞ്ഞാൽ നട്ടാ കുറുക്കാത്ത നുണ പോലുമാണ് ഈ ഒരു വിഷയത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇതെല്ലാം ജനങ്ങൾ ആ വിഷ്വലിനകത്ത് കണ്ടയാണ്. ഇവർ വണ്ടി കൊണ്ട് ക്രോസ് ചെയ്ത് വെച്ചതും ഈ വണ്ടിക്കകത്ത് കയറി തെറി വിളിക്കുന്നത്, അതിലെ ജീവനക്കാരുൾപ്പെടെ, ഒരു സാക്ഷി, ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ ഉൾപ്പെടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ സാക്ഷിയുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന 15ഓളം വരുന്ന ആളുകളെ ആ നടു റോഡിനകത്ത് ഇറക്കി വിട്ടു. ഒരു ജനസേവകൻ ചെയ്യുന്ന പരിപാടിയാണോ അത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നടു റോഡിൽ 10ഉം 15ഉം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട്
നിരത്തിലോടുന്ന KSRTCയിൽ നിന്ന് ഇറക്കി വിടാൻ ഇവനിക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഒരു മേയർക്ക് ആരാണ് അധികാരം കൊടുത്തത്? സാധാരണക്കാരെ വോട്ട് കൊണ്ട് ജയിച്ച ഈ മേയർക്കും ഈ MLAക്കും ഇതിനുള്ള അധികാരം എവിടെ നിന്നാണ് കിട്ടിയത്? അഹങ്കാരത്തിനെല്ലാം കിട്ടിയല്ലോ. ആ അഹങ്കാരത്തിനെല്ലാം ഇപ്പം തിരിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? തിരുവനന്തപുരംകാർ അത് കാണിച്ചു കൊടുത്തു. ഇപ്പം ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഈ ഒരു വിഷയത്തിന് ശേഷം സച്ചിൻ ദേവ് MLA ഒരു പ്രതികരണം നടത്തിയത്. കാരണം ഇവർ വണ്ടി കൊണ്ട് കുറുകെ വെച്ചിട്ടില്ല. സീബ്ര ലൈനിൽ നിർത്തിയ വണ്ടി, ആ ട്രാഫിക് ലൈറ്റ് കണ്ട് നിർത്തിയ വണ്ടിയുടെ സൈഡിലാണ് കൊണ്ട് നിർത്തിയിട്ടാണ് ചോദിച്ചത്. നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ ചോദിച്ചിട്ട് അവർ പോവുകയാണ് ചെയ്തതെന്ന് പറയുന്ന കള്ളം പറയുന്ന അട്ടാക്കുറുക്കാത്ത നുണ പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വയ്ക്കാം. നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു സംഭവത്തിൻ്റെ വിഷ്വൽ. വണ്ടി കൊണ്ട് കുറുകെ വയ്ക്കുന്നതും ക്രോസ് വയ്ക്കുന്നതും മണിക്കൂറുകളോളം അവിടെ നിന്ന് ഇവർ ഈ ഡ്രൈവറിനെ അസഭ്യം പറയുന്നതെല്ലാം ആ വിഷ്വലിനകത്ത്, അന്ന് ഇറങ്ങിയ വിഷ്വലിനകത്തും എല്ലാം നമ്മൾ വാർത്തയിലെല്ലാം നമ്മൾ കണ്ടതാണ്, അല്ലേ? ഈ സച്ചിൻ ദേവ് MLA പറയുന്ന ഈ നട്ടാക്കുരുക്കാത്ത നുണ ഞാനിവിടെ നിന്ന് വെക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. കാരണം ഇനിയെങ്കിലും ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ യദു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം. അയാളെ ജോലിയിൽ തിരിച്ചെടുക്കണം. ഇത്രയും നാളായിട്ട് പോലും ഈ ഒരു കേസിന് ഒരു തീരുമാനമോ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സിഗ്നലിൽ ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു തിരുവനന്തപുരത്തെ പാളയം സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിലുള്ള ഈ സിഗ്നലിൽ ബസ് നിർത്തുകയാണ് ഉണ്ടായത്. ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ സാധാരണഗതിയിലുള്ള ട്രാഫിക് രീതികൾ വെച്ച് ഏതൊരു വാഹനവും അവിടെ നിർത്തും. അങ്ങനെ നിർത്തിയ വാഹനത്തിനടുത്ത് നിന്നുണ്ടായൊരു വാക്കുതർക്കം, വളരെ ചുരുങ്ങിയ സമയം, നിമിഷങ്ങൾ മാത്രം എന്നൊരു കാര്യം കണ്ടല്ലോ. വണ്ടി കൊണ്ട് ക്രോസ് വെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്, അല്ലേ? എന്നാലും തിരുവനന്തപുരംകാർക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ ഫലമാണല്ലോ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ബലം തന്നെ. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ബലമേ അതിൻ്റെ ഒരു സത്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ബലം ഈ കാണിച്ചു കൂട്ടിയതിനെല്ലാം ദൈവം കൊടുത്തൊരു സമ്മാനമാണ്. എത്രയൊക്കെ മനുഷ്യൻ ഉയർച്ചയിലെത്തിയാലും അഹങ്കരിക്കരുത് എന്ന് പറയുന്ന ഇതാണ്. സ്വന്തം പദവി കൊണ്ടും പണം കൊണ്ടും അഹങ്കരിക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, അല്ലേ? ഒരു മേയറുടെയും ഒരു MLAയുടെയും പവർ ഉപയോഗിച്ച് അവിടെ അഹങ്കാരം കാണിച്ചിട്ട് വന്നിരുന്ന് ന്യായീകരിച്ച് വിടാൻ, തള്ളിവിടാൻ. അതെങ്ങനെ? ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ച് തകർത്തിട്ട് അതിനെ ന്യായീകരിച്ച ആളാണ്. അത് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആളാണ് ഈ വന്നിരുന്ന് ന്യായം വിടുന്നത്, അല്ലേ? ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഇപ്പം പുതിയ മേയർ VV രാജേഷിൻ്റെ അടുത്ത് ഈ ഒരു സംഭവം മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പം VV രാജേഷ് ഇതിനെതിരെ എന്തായാലും ഒരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഈ യദുവിനെ സർവീസിൽ തിരിച്ചെടുക്കും, അല്ലെങ്കിൽ ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേയറുടെ ഡ്രൈവർ ആക്കണമെന്നാണ് ഒരുപാട് ആളുകൾ. ആ ഒരു മേയർ, ഈ VV രാജേഷ് മേയർ ഈ ഒരു ചുമതലയിലേക്ക് വന്ന സമയത്ത്, തലസ്ഥാനത്തിൻ്റെ ആയ സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞാണ് ഈ യദുവിനെ മേയറുടെ ഡ്രൈവറായിട്ട് നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കും അതാണ് പറയാനുള്ളത്. കാരണം കാണിച്ചു കൊടുക്കണം, ഈ അഹങ്കാരം പിടിച്ച ഈ ജന്തുവിൻ്റെയൊക്കെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഒന്നുകിൽ ഈ മേയറെ ഡ്രൈവറാക്കണം, അല്ലെങ്കിൽ ഈ ഒരു സർവീസിലേക്ക്, ഈ യദു തുടർന്ന് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സർവീസിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു മേയർ, VV രാജേഷ് മേയർ ചുമതലയേക്കുന്നതിന് മുമ്പേ യദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു ചാനലിനകത്ത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മദ്യപിച്ചിട്ടുണ്ടായിട്ട് പോലും അവരെ ചെക്ക് ചെയ്തില്ലല്ലോ പോലീസുകാർ. അന്ന് ഞാൻ പറഞ്ഞ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു മദ്യപിച്ചിട്ടുണ്ട്, ഇവരെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാരെല്ലാവരും മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ചെക്ക് ചെയ്തിട്ടില്ല. ആ ഡ്രൈവറെ അനിയൻ അരവിന്ദ്, അവൻ മദ്യപിച്ചിട്ടിരുന്നു. എന്നിട്ട് ആണ് പറഞ്ഞത് നിനക്ക് അങ്ങനെ നീതി വേണ്ട, നിനക്ക് ഇനി ജോലിയെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. സർക്കാർ വണ്ടിയെന്ന് പറഞ്ഞാൽ നിന്റെ തന്തയുടെ വക KSRTC ബസ്, ഇതൊക്കെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ തന്തയുടെ വകയല്ല, നമ്മുടെ ഓരോരുത്തരും പൈസ കൊടുത്തല്ലേ ഇതല്ലേ, നമ്മുടെ ഓരോ നികുതി പൈസയല്ലേ സർക്കാരിൻ്റെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ തന്തയ്ക്ക് വിളിയെ അങ്ങോട്ട് എൻ്റെ പുതിയ മേയറായിട്ട് ചിലപ്പോൾ VV രാജേഷോ അല്ലെങ്കിൽ ശ്രീലേഖ മേഡോ വരാനിരിക്കുകയാണ്.
അപ്പം സോഷ്യൽ മീഡിയ പറയുന്നതെന്ന് പറയുന്നത് യദുവിനെ ആ മേയറുടെ ഡ്രൈവറായിട്ട് നിയമിക്കണം എന്ന് പറയുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാർ ഇങ്ങനെ ഒരു കേരള സമൂഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ യദു? അല്ല, ആഗ്രഹിക്കുന്ന വിളിച്ചു കഴിഞ്ഞാൽ പോകും. അങ്ങനെ ആഗ്രഹം, അങ്ങനെ അതിയായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല. വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇവർ കാരണം. അപ്പോൾ എനിക്ക് ഏത് ജോലിയായാലും നമ്മൾ ഡ്രൈവർ ജോലി എന്നെ ചെയ്യുമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഏത് ജോലിയായാലും ശമ്പളം കിട്ടുന്ന ജോലി നമുക്ക് സ്ഥിര വരുമാനം കിട്ടണം. എന്നാൽ സ്ഥിര വരുമാനം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം ആകെപ്പാട് എന്തല്ലേ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ഒരു ഒരു യുവാവിന് നേരിടേണ്ടി വന്ന ഫേസ് ചെയ്യേണ്ട വന്ന ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷനാണ് അല്ലേ. ഒന്നുകിൽ ഇയാളെ ഈ ഒരു ജോലിയിലേക്ക് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേയർക്കും ആ മേയറുടെ ഹസ്ബൻഡ് സച്ചിൻ MLAക്കും തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം. കാരണം തെളിവ് നശിപ്പിച്ചതിനെതിരെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ആ CCTV ഉള്ള ബസ്സിലെ തെളിവ് വരെയാണ് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടുള്ള കൺട്രോൾമെൻറ്റ് പോലീസിനെതിരെ നടപടിയെടുക്കണം. നമ്മളെ നിയമസഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം അല്ലേ. ആ പോലീസുകാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെയുള്ള നിയമപാലകരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ വിശ്വസിക്കും? കോടതി തന്നെ ഈ രണ്ടുപേരെ വെറുതെ വിട്ടയാണ് അല്ലേ. ഭരണം മാറുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കോടതിക്ക് മനസ്സിലായി. അപ്പം കോടതി എന്താണ്, അടുത്ത പുതിയൊരു വാദം കൊണ്ട് വന്നേക്കുവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നിയമവ്യവസ്ഥകളൊന്നും ശരിയല്ല. എല്ലാം പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പുറകെയാണ് നിയമവ്യവസ്ഥകൾ. നമ്മളെ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരന് ഇത്രയും നാളായിട്ട് നീതി ലഭിച്ചേനെ, അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ട ആ ജോലി തിരികെ കൊടുത്ത് അയാളെ സർവീസിലെങ്കിലും ഒന്ന് കയറ്റിയേനെ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുവാടി ഇതൊക്കെ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കണം. നാളെ നമുക്കും ഇതുപോലുള്ള അവസ്ഥകൾ വരും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരവസ്ഥ വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട്, മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു വിലയുമില്ല. പട്ടി വിലയാണ്, വെറും പട്ടി വിലയാണ് നൽകുന്നത് അല്ലേ. സാധാരണക്കാരെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടുള്ള ഇവന്മാരും കസേരയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തും ആകാമെന്നുള്ളൊരു അഹങ്കാരമാണ് അല്ലേ. ആരും ചോദിക്കാനും ഇല്ല, ആരും പറയാനും ഇല്ല. നിയമവും ബാധകമല്ല, ഒന്നും ബാധകമല്ല. ഇവിടെ ഈ യദുവിൻ്റെ അഡ്വക്കേറ്റ് P. അശോക് കുമാർ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറക്റ്റ് കാര്യമാണ് പുള്ളി പറയുന്നത്, കറക്റ്റ് കാര്യമാണ്. എന്തായാലും ഈ ഒരു കേസിൽ നല്ലൊരു നീതി, ഈ യദുവിന് നല്ലൊരു നീതി തന്നെ മേടിച്ചു കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു അഡ്വക്കേറ്റ് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ഞാൻ പുള്ളി പറയുന്നത് ഇവിടെ ഒന്ന് വെക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടെന്ന് സാറ് സമ്മതിക്കുന്നുണ്ട്? ഞാൻ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് പോലീസ് ഓഫീസേഴ്സ് വരെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഒരു KSRTC ബസ്സിനെ 5 പേര് വഴിയിൽ തടഞ്ഞു നിർത്തിയാൽ കേരളത്തിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് അവർക്കെതിരെ എന്നേ കേസെടുത്ത് റിമാൻഡ് ചെയ്യും. ശരിയല്ലേ? സാധാരണ ഇതിൽ നമ്മൾ KSRTC ബസ്സിൻ്റെ സൈഡിൽ കൂടെ പോയാൽ പോലും കണ്ടക്ടറോട് മോശമായി സംസാരിച്ചാൽ കേസെടുക്കും, ഔദ്യോഗിക നിർമ്മാണം തടസ്സപ്പെടുത്തിയതിന്. പക്ഷേ ഈ കേസിൽ CCTV വിഷ്വൽസും വീഡിയോയും രാജ്യത്തുള്ള എല്ലാവരും കണ്ടെത്തി ഈ 2 ആൾക്കാർ അല്ലെങ്കിൽ ഇവർ മാത്രം കുറ്റം ചെയ്തിട്ടില്ല. ഇതിനകത്ത് റോഡിലെ സീബ്ര ലൈനിൽ വണ്ടി കൊണ്ടിട്ടതാണ് അതിനകത്തൊരു ഒഫൻസ് എന്ന് പറഞ്ഞ് ഒരാളെ മാത്രം പ്രതിയാക്കി ചാർജ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് പോലീസ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് അത് വീഴ്ചയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി, ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായി ആത്മാഭിമാനത്തോട് ചെയ്യേണ്ട ഡ്യൂട്ടി പോലും അദ്ദേഹം മറിച്ചാണ് ചെയ്തത്. എന്തല്ലേ, വളരെ കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞത്, വളരെ കറക്റ്റ് കാര്യമാണ്. ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസുകാരെ ഉൾപ്പെടെ ഈ FIR ഷീറ്റ് തിരുത്തിയിട്ടുള്ള, ഈ FIR ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുള്ള ഈ ഒരു പരാതി തിരുത്തി അവർക്ക് വേണ്ടുന്ന രീതിയിൽ, അവർക്ക് വേണ്ടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ എഴുതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഇവരെ ഉൾപ്പെടെ ശിക്ഷിക്കണം. ആ FIR ചാർജ് ഷീറ്റ് എഴുതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കാണിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ശിക്ഷിക്കണം. അതാണ് വേണ്ടുന്നത്. അവരെ ഉൾപ്പെടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ, നമ്മളെ സംരക്ഷിക്കേണ്ട നിയമ ഉദ്യോഗസ്ഥന്മാർ, ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെയാണെങ്കിൽ? ആ FIR ചാർജ് ഷീറ്റ് എഴുതിയത് അത് തിരുത്തി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് വേണ്ടുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരുത്തി എഴുതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. അവർക്കെതിരെ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നല്ല രീതിയിലുള്ള നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ഈ ഒരു കേസിൽ ഈ തെളിവ് നശിപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു കേസിലെ കുറ്റക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഇവരെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത്. തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇവരെയും ഈ വണ്ടിയിലുണ്ടായിരുന്ന വിഷ്വൽസ് അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് മുക്കിയിട്ടുള്ള കണ്ടക്ടറെയും, ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് ഊരിക്കൊടുത്ത് രക്ഷിച്ച ഈ കണ്ടക്ടറെ ഉൾപ്പെടെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? ഇവരെ ഉൾപ്പെടെ ശിക്ഷിക്കണം, അതാണ് വേണ്ടുന്നത്. കാരണം ഈ ഒരു FIR ചാർജ് ഷീറ്റ് കോടതിയെ തെറ്റായിട്ടുള്ള രീതിയിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എഴുതി മാറ്റി ഈ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥരാണ് കൂട്ടുനിന്നിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിനൊക്കെ ശേഷം നമ്മൾ കണ്ടതാണ് ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് തള്ളി മറിക്കുന്നത്, പച്ച കള്ളങ്ങൾ അടിച്ചുവിടുന്ന നമ്മളെല്ലാം കണ്ടതാണ്. യേതു എന്ന് പറഞ്ഞ ആൾ ലഹരി ഉപയോഗിച്ചെന്നും ഉപയോഗിച്ചെന്നും അതുപോലെ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ കാണിച്ചെന്നും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നട്ടാക്കുരുക്കാത്ത നുണ പറയുന്നത് നുണയാണെന്ന് എല്ലാവർക്കും അറിയാം, കാരണം ആ വിഷ്വൽസും എല്ലാം ജനങ്ങൾ കണ്ടതാണ്, അല്ലേ? എന്താണ് അവിടെ ഈ യദു എടുത്ത് കളയുന്നത്? അന്ന് ഇവർ അത് ലഹരിയാണെന്ന് വരുത്തി തീർത്ത്. അത് വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും കൂളിൻ്റെ കവർ എങ്ങനെ ഇരിക്കുന്നു, ആ ബിസ്ക്കറ്റിൻ്റെ കവർ എങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം ജനങ്ങൾക്ക് അത് അറിയാവുന്നതാണ്. അത് യദു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ബിസ്ക്കറ്റിൻ്റെ കവറാണെന്ന്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെക്കാം. ഈ മേയർ അന്ന് അടിച്ചു വിട്ടിട്ടുള്ള പച്ചക്കള്ളങ്ങൾ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. അല്ല, ഞാൻ അദ്ദേഹം ഈ അതിനകത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു മറ്റേതൊരു ജീവനക്കാരനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കരുതുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡ്രൈവർ പൊതുവെ അങ്ങനെയാണ്, ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ പേഴ്സണലി നിങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് പുറത്തുനിന്ന് ആരും എടുത്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ അങ്ങനെ ഒരു രീതിയിൽ കാണേണ്ടതില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത് നിയമപരമായി പോകണം, നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനത് ഡിലീറ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു ഞാനത് ഡിലീറ്റ് ചെയ്യാം, അതിനകത്തൊരു പ്രശ്നമില്ല എന്ന് അദ്ദേഹം തന്നെ അത് ചെയ്തതാണ്. അല്ല, ഞങ്ങളാരും ഡ്രൈവറിനെതിരെ, അതെ, ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്ത് കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താ അല്ലേ ആ ബസ്സിൽ ഇത്രയും ഡെയിലി എന്തുമാത്രം സ്ത്രീകൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരോടൊന്നും തോന്നാത്ത വികാരം ഈ മേയറോട് എങ്ങനെ തോന്നി? ഈ ബസ് ഡ്രൈവർക്ക് ഒന്ന് ആലോചിച്ച് നിങ്ങളൊന്ന് പറ. അവരോടൊന്നും ഡെയിലി എത്ര സ്ത്രീകളാണ് ആ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത്? അവരോടൊന്നും തോന്നാത്ത ഒരു വികാരം, ഒരു ലൈംഗിക വികാരം, അവരോടൊന്നും കാണിക്കാത്ത ആംഗ്യ ഭാഷകൾ എങ്ങനെ ഈ മേയറോട് കാണിച്ചു? ഈ മേയർ എന്താ തുണിയില്ലാതെയാണ് അവിടെ നിന്നത് അവരോട് മാത്രം കാണിക്കാനെ കൊണ്ട്? എന്നിട്ട് ലഹരി ഉപയോഗിച്ചെന്നു, ഉപയോഗിച്ചെന്നു, ഇതിനുള്ള മറുപടി യദു തന്നെ കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ കളഞ്ഞ എന്താ കൂളായിരുന്നു? ഞാൻ കൂളാ ഒരു കവർ എടുത്ത് കളഞ്ഞു. നിങ്ങൾക്ക് കൂള് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു കവറാണ് കളയുന്നത്. അത് ഞാൻ ബിസ്ക്കറ്റ് തിന്നതിന്റെ പാസഞ്ചർ ബിസ്ക്കറ്റ് തിന്നതിന്റെ വലിയ കവറാണ് കളയുന്നത്. കൂളിന്റെ കവർ അറിഞ്ഞൂടെന്ന് വെച്ചാൽ കൂള് ഉപയോഗിക്കില്ല. നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല, നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നിർത്തി. കൂള് ഉപയോഗിച്ചത് എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ്, നമ്മൾ ചെയ്യാത്ത കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നത് ദേഷ്യം കൊണ്ടാണ് ചിരി വരുന്നത്. ഞാൻ ഇത് ഉപയോഗിക്കാത്ത ഇത് വെള്ളം അടിക്കൂല. കണ്ടല്ലോ, അത് ബിസ്ക്കറ്റിന്റെ കവറായിരുന്നു, അത് കൂളിന്റെ കവറല്ലെന്നാണ് ഏത് പറയുന്നത്. അത് വിഷ്വലിനകത്ത് നമുക്കും കാണാവുന്നതാണ്. ആ വിഷ്വലിനകത്ത് അത്രയും വലിയ കവറോടെ കൂളിന്റെ സാധാരണ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ കൂളിന്റെ കവർ എങ്ങനെ ഇരിക്കുന്നു, കൂളിന്റെ കവർ എത്രയും ചെറുതാന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്, അല്ലേ? ഇനി ഈ യദു ഉപയോഗിച്ചെങ്കിൽ തന്നെ ഇവർ കാണിച്ചത് ശരിയാണോ? ഈ മേയറും MLA കാണിച്ചത്, ഈ മേയറും മേയറിന്റെ കെട്ടിയവനും കൂടെ കാണിച്ചത് ശരിയാണോ? ബസ്സിൻ്റെ മുമ്പേ കൊണ്ട് ക്രോസ് ചെയ്ത് വെക്കുന്നു, കുറുകെ വെച്ചിട്ട് അതിലുണ്ടായിരുന്ന 10-15 സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ, പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടത് ശരിയാണോ? കാണിച്ചത് ശരിയാണോ? ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല, അല്ലേ?
അപ്പോൾ എന്തായാലും ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ ഒരു യദുവിന് നീതി കിട്ടണം. കാരണം ഇത്രയും വർഷമായിട്ട് പോലും ഈ ഒരു കേസിൽ പ്രതികളായിട്ടുള്ള ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സർവീസിലേക്ക് ഈ യദുവിനെ തിരിച്ചെടുക്കാനോ നമ്മുടെ നിയമത്തിന് കഴിഞ്ഞില്ല, അല്ലേ? അപ്പം ശക്തമായിട്ട് പ്രതികരിക്കണം ഇതിനെതിരെ. നാളെ ഇതുപോലെ നമുക്കും ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കൂ. അന്ന് നമ്മൾ ഇന്ന് ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ണടച്ച് വിട്ട് കഴിഞ്ഞാൽ അന്ന് നമുക്കെതിരെ സംസാരിക്കാൻ നമ്മൾ മാത്രമേ കാണൂ, ഒരാളും കാണത്തില്ല. അന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ യദു എന്ന് പറഞ്ഞ ഇയാൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസിൻ്റെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും വന്ന് ഇയാളുടെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം പറയുന്നത്, ഇയാളെ ബുദ്ധിമുട്ടുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് നീതി കിട്ടണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രതികരിക്കണം.